എൻ്റെ പേര് അജിത്ത്. ഒരു 27 വയസ്സുണ്ട് എനിക്ക്. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ മാമിയെക്കുറിച്ചുള്ള ഒരു അനുഭവകഥയാണ്. മാമി, എൻ്റെ മാമൻ ഒരു ലോറി ഡ്രൈവറാണ്. അതുകൊണ്ട് നേരത്തും കാലത്തും വീട്ടിലെത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. 1-2 ദിവസം ആ ജോലി സ്ഥലത്ത് തങ്ങുന്ന ഒരു പതിവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് മാമി ഒറ്റയ്ക്കാകുന്ന ദിവസങ്ങളിലൊക്കെ കൂട്ടുകിടക്കാൻ ഞാനാണ് പോകാറ്. എൻ്റെ മാമി നിത്യ, പേര്. ഒരു 37 വയസ്സുണ്ടാവും. കാണാൻ ഒരു ഇരുനിറമാണെങ്കിലും നല്ല സൗന്ദര്യമുണ്ട് അവരെ കാണാൻ. ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് അവർക്ക്. അതുകൊണ്ട് ഏതൊരു ആണിനെയും ആകർഷിക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ നടപ്പും സംസാരവും ഒക്കെ. എനിക്കില്ല, ആദ്യമൊന്നും അവരോട് ഒന്നും തോന്നിയില്ല. പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് അവരോട് ഒരു പ്രത്യേക സ്നേഹം തോന്നും. അതെപ്പോഴാണെന്നറിയോ? അവർ കുളിച്ച് വരുമ്പോൾ, മുറ്റം തൂക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ അവരോട് വല്ലാത്തൊരു ആകർഷണം തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാമിയുടെ കോള് വന്നു. മാമി പറഞ്ഞു, എടാ, ഇന്നും നീ വന്ന് കൂട്ടിന് കിടക്കേണ്ടി വരും. മാമന് 2 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. നീ ഒന്ന് വാടാ. ഞാൻ അമ്മയോട് യാത്ര പറഞ്ഞു അവിടെ നിന്നിറങ്ങി മാമിയുടെ വീട്ടിലെത്തി. മാമി അവിടെ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വന്ന് ഡോറിൽ മുട്ടിയപ്പോൾ കതക് തുറന്നു വന്ന മാമിയെ കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അതിസുന്ദരിയായി നിൽക്കുന്ന മാമിയെയാണ് ഞാൻ കാണുന്നത്. ഒരു ലൈറ്റ് കളർ മാക്സിയും അതിൽ കുറച്ച് അവ്യക്തമായി തന്നെ മാമിയുടെ അഴക് കാണാമായിരുന്നു. എന്നെ കണ്ടപാടെ മാമി പറഞ്ഞു, അകത്തേക്ക് വാടാ, കയറിയിരിക്കടാ. ഞാൻ കയറി നേരെ ഞാൻ എപ്പോഴും വന്ന് കിടക്കാറുള്ള ആ ബെഡ്റൂമിലേക്ക് പോയി. അവിടെ പോയി ഞാൻ എൻ്റെ ഫോണ് ചാർജിന് വെച്ചു. തിരികെ ഡൈനിങ് ഹാളിലെത്തി. അപ്പോഴത്തേക്കും മാമി ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. ഞാനും മാമിയും കൂടിയിരുന്ന് ഊണ് കഴിക്കാനിരുന്നു. ഈ ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ മാമിയുടെ തട്ടലും മുട്ടലുമൊക്കെ എൻ്റെ ദേഹത്ത് വന്ന് തട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലും പുറമേ ഞാനത് പ്രകടിപ്പിക്കാണ്ട് നിന്നു. മാമി ഒന്നും അറിയാത്ത പോലെ പാത്രങ്ങളൊക്കെ എടുത്തു അടുക്കളയിലേക്ക് കൊണ്ടുപോയി. ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് പോയി. ബെഡ്റൂമിൽ പോയി ബെഡിൽ കിടന്നിട്ടും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ചില സീനുകൾ കണ്ട ആ ഒരു അവ്യക്തമായ മാമിയുടെ ചിത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നോക്കിയതിന് ശേഷം ഞാൻ നേരെ മാമി കിടക്കുന്ന റൂമിലേക്ക് പോയി. അവിടെ മാമി കിടന്നും കൊണ്ട് ഫോൺ നോക്കുന്നുണ്ടായിരുന്നു. എന്തോ പെട്ടെന്ന് മാമി ഒരു ചെറു ശബ്ദം കേട്ട പോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ടു. എന്താടാ, നിനക്കെന്താ ഉറക്കമില്ലേ? എന്താ ഇവിടെ ഈ നേരത്ത് വന്നത് എന്ന് മാമി ചോദിച്ചു. ഒന്നുമില്ല മാമി, ഞാൻ വെറുതെ, മാമി ഉറങ്ങിയോ? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു വന്നിരുന്നത്. അപ്പം മാമി പറഞ്ഞു, എടാ ഇവിടെ വന്നിരിക്കേ, എന്താ നിനക്ക് പറയാനുള്ള? അല്ല വേണ്ട മാമി, നാളെ പറയാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. എന്നിട്ട് വന്ന് ബെഡിൽ പോയി കിടന്നു. ഉറക്കം കിട്ടിയില്ല. ചമ്മിയ പോലെയായി. നേരം വെളുത്തു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് യാത്ര തുടർന്നു. അന്ന് മാമൻ വൈകുന്നേരം വന്നു. പിറ്റേ ദിവസം 2 ദിവസം മാമൻ നിന്നതിന് ശേഷമാണ് പിന്നീട് പോയത്. അതിനുശേഷം വീണ്ടും മാമിയുടെ കോൾ വന്നു. എടാ, ഇന്നും മാമൻ വരില്ല കേട്ടോ, ഇന്ന് നൈറ്റാണെന്നാണ് പറഞ്ഞത്. ഇന്ന് വരില്ല, കുറച്ച് ദൂരെയാണ് യാത്ര എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് വരണം കേട്ടോ. അങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന അമ്മ അത് കേട്ടു. അമ്മ പറഞ്ഞു, എടാ പോവടാ, അവൾ ഒറ്റയ്ക്കല്ലേ, നീ പോയി കൂട്ടുകിടക്കടാ എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. ഞാൻ ഒന്നും നോക്കാണ്ട് ആ ഒരു നിമിഷത്തിൻ്റെ ഉള്ളിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു മാമിയുടെ വീട്ടിലേക്ക് ഓടി.
അവിടെ മാമി ഞാൻ വരുന്നതും പ്രതീക്ഷിച്ചുള്ള ആ നിൽപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ലൈറ്റ് കളറ് മാക്സിയായിരുന്നു അവർ ധരിച്ചിരുന്നത്. പതിവ് പോലെ മുടി അഴിച്ചിട്ട് മുൻഭാഗത്തേക്ക് തൂക്കിയിട്ടായിരുന്നു അവരുടെ നിൽപ്പ്. ആ നിൽപ്പും കൂടി കാണുമ്പോൾ എനിക്കെന്തോ പോലെയായി. മാമി പറഞ്ഞു, വാടാ പറഞ്ഞു. എൻ്റെ കയ്യിൽ അവർ പിടിച്ചു വലിച്ചു. ഞാൻ അന്തിച്ചു പോയി. കാരണം ഇത്ര നാളായിട്ട് ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ മാമി എൻ്റെ കയ്യിൽ തൊടാറില്ലായിരുന്നു. അങ്ങനെ മാമി ഭക്ഷണം തന്നു. ഞാൻ മുകളിലത്തെ ബെഡ്റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഒരു കാൽപാദത്തിൻ്റെ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ മാമി മുന്നിൽ നിൽക്കുന്നു. എന്താടാ, എന്താ നിനക്ക്? നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ കള്ള നോട്ടമിട്ട് നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ചമ്മിപ്പോയി. മാമി പറഞ്ഞു, നിനക്ക് എന്നിൽ എന്തൊക്കെയോ ആഗ്രഹമുണ്ടെന്നും എനിക്കറിയാം. എന്താടാ നിൻ്റെ ആഗ്രഹം? എന്തായാലും ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞു മാമി അവൻ്റെ ബെഡിനരികിലേക്ക് വന്നിരുന്നു. അവൻ ആകെ അന്താളിച്ചു പോയി. എന്തു ചെയ്യണമെന്നറിയാണ്ട് താൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ മാമിയുടെ വായിൽ നിന്ന് വന്നപ്പോൾ അവന് കുറച്ച് സന്തോഷമായി. അത് പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും അവൻ തല കൊമ്പിട്ടു നിന്നു. മാമി പതുക്കെ അവൻ്റെ കാലുകളിൽ പിടുത്തമിട്ടു. എന്നിട്ട് അവനെ തന്നിലേക്ക് അടുപ്പിച്ചു. തനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു മാമിയുടെ പ്രവർത്തനം. പിന്നെ ഒന്നും നോക്കിയില്ല. അവൻ മാമിയെ വാരി പുണർന്നു. ചുംബനം കൊണ്ട് ആ കവിളുകൾ നിറച്ചു. അവൻ പതുക്കെ മാമിയുടെ മുടിയിഴകൾ മുൻപോട്ടിട്ട് നിറമാർന്ന ആ കഴുത്തിൽ പിൻഭാഗത്ത് അവൻ ചുംബനം കൊണ്ട് നിറച്ചു. മാമി എന്തെല്ലാമോ ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ പരിചയക്കുറവ് കൊണ്ടായിരിക്കും മാമി അവനെ പെട്ടെന്ന് ബെഡിലേക്ക് തള്ളിയിട്ടു. പിന്നീട് അവിടെ നടന്നത് മാമി മുൻകൈയെടുത്ത പ്രകടനമായിരുന്നു. അവന് തൻ്റെ ആശകളെയും ഇഷ്ടങ്ങളെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു മാമിയുടെ പ്രവർത്തനം. എല്ലാം കഴിഞ്ഞ് തളർന്നുറങ്ങി രണ്ടുപേരും. കുറച്ച് കഴിഞ്ഞ് ആ മയക്കം കഴിഞ്ഞ ഉടനെ മാമി അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, എടാ, ഇന്നാണ് ഞാനൊരു പുതുവെളിച്ചം കണ്ടത്. മാമൻ വരും പോകും, ഇതല്ലാതെ എനിക്കിതുവരെയും ഒരു സന്തോഷവും മാമൻ തന്നിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് നിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഈ സന്തോഷമൊക്കെ കിട്ടുന്നത്. ഞാനിന്ന് എന്നും കൂട്ടിന് ഞാൻ നിന്നെ വിളിക്കും എന്ന് പറഞ്ഞ് മാമി